കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തട്ടിപ്പിൽ ബി.ജെ.പി നേതാവ് എസ് സുരേഷിന്റെ വാദം പൊളിയുന്നു. സുരേഷിന് ബാങ്കിൽ വായ്പാ കുടിശ്ശിക ഇല്ലെന്ന വാദം കള്ളം. ബാങ്ക് പ്രസിഡന്റായിട്ടും സുരേഷ് കുടിശ്ശിക വരുത്തി. ലോൺ അപേക്ഷ നൽകാതെ സുരേഷ് പണം കൈപ്പറ്റിയെന്നും രേഖകൾ. വായ്പാ കുടിശ്ശികയുടെ രേഖകൾ കൈരളി ന്യൂസിന്. നൃപൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നൃപൻ ഇപ്പോൾ തിരുവനന്തപുരത്തെ ബി.ജെ.പി ഓഫീസിന് മുന്നിലാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ബാങ്കിൽ സുരേഷിന് കുടിശ്ശിക ഇല്ല എന്നുള്ളതായിരുന്നു സുരേഷിന്റെ വാദം. ആ വാദം പാടെ പൊളിക്കുന്ന രേഖകളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. തീർച്ചയായും ആര്യ, പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ബി.ജെ.പിയുടെയും ആർ.എസ്.എസിൻ്റെയും നേതാക്കളൊക്കെയാണ് അതിൻ്റെ ഭരണസമിതി അംഗങ്ങൾ. ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷ് ഈ ബോർഡിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആ കാലയളവിലടക്കം വലിയ ഗുരുതരമായ ക്രമക്കേടും തട്ടിപ്പുമുണ്ടായി എന്നതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റക്കാർക്ക് കയ്യിൽ നിന്ന് ഈ ബാങ്കിൽ വന്ന ബാധ്യത തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഈ സഹകരണ രജിസ്ട്രാറുടെ സർചാർജ് റിപ്പോർട്ട് എന്ന് പറയും, ആ റിപ്പോർട്ട് ഉത്തരവും പുറത്തു വന്നു. ആ ഉത്തരവിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൈരളി ന്യൂസ് നേരത്തെ തന്നെ വാർത്തകളായി പുറത്തുവിട്ടതാണ്. ആ വാർത്ത പുറത്തു വന്നപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷ് ആ വാർത്ത നേരിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചില്ല. ഫേസ്ബുക്കിൽ പോസ്റ്റ് വഴിയും ഒപ്പം തന്നെ അദ്ദേഹം ഒരു വീഡിയോ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പേജിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. ആ വീഡിയോയിൽ പറയുന്നത് അത് കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി അവിടെ വന്ന ബാങ്കിൽ വന്ന ക്രമക്കേടിൻ്റെ ഭാഗമായി ആ ബാങ്കിലെ ബോർഡ് അംഗങ്ങൾക്ക് സ്വാഭാവികമായി വീതിച്ച് നൽകുന്ന ബാധ്യതയാണ്. ആ ബാധ്യതയിൽ തനിക്കും 43 ലക്ഷം രൂപയുടെ ബാധ്യത വന്നു. അത് തിരിച്ചടയ്ക്കാനുള്ള കോടതിയിലുള്ള സമീപനത്തിനെതിരെ, ഈ സർചാർജ് ഉത്തരവിനെതിരെ താൻ കോടതിയെ സമീപിച്ചു എന്നാണ് അന്ന് അഡ്വക്കേറ്റ് എസ് സുരേഷ് പറഞ്ഞത്. അല്ലാതെ വ്യക്തിപരമായി ആ ലോണിൽ ഒരാൾക്കും ശുപാർശ ചെയ്യുകയോ വ്യക്തിപരമായി താൻ ഒരു തരത്തിലുള്ള ലോണും എടുത്തിട്ടില്ല, വായ്പകളും എടുത്തിട്ടില്ല എന്നായിരുന്നു സുരേഷ് പറഞ്ഞത്. ഇപ്പം നമ്മൾ വിഷ്വലായി കാണിക്കുന്നത് സുരേഷ് അവിടെ നിന്ന് കൈപ്പറ്റിയിട്ടുള്ള 2 വായ്പകളുടെ വിവരങ്ങളാണ്. 2014 സുരേഷ് അവിടെ നിന്ന് വായ്പ എടുത്തിരുന്നു. മാത്രമല്ല സുരേഷ് നിരവധി വായ്പകൾക്ക് അവിടെ ശുപാർശ ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ രേഖകളും ലഭിച്ചിട്ടുണ്ട്. തുടർ വാർത്തകളിൽ നമ്മൾ അത് സംബന്ധിച്ച വിശദാംശങ്ങളും പുറത്തുവിടും. അത് 2014 എടുത്ത ബാധ്യത സുരേഷ് ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. ആ കുടിശ്ശിക ഇപ്പോഴും ബാങ്കിൽ നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ സുരേഷ് കേവലം 1-2 വർഷം മാത്രം ബി.ജെ.പി തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ആയതാണ്. തുടർന്ന് ഈ ബാങ്കിൽ ഇതിൻ്റെ നിർണായക ഘട്ടത്തിൽ തന്നെ താൻ 3 വർഷം 1-2 വർഷത്തിന് ശേഷം, വ്യക്തമായി സുരേഷിൻ്റെ തന്നെ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ബാങ്കിൽ നിന്ന് രാജിവെച്ചിരുന്നു. ബാങ്കിൽ നിന്ന് മറ്റ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടോ ദൈനംദിന പ്രവർത്തനങ്ങളുമായോ തനിക്ക് ഏതൊരുവിധ ബന്ധവുമില്ല എന്നാണ് സുരേഷിൻ്റെ വാദം. അതും പൊളിയുകയാണ്. സുരേഷ് തുടർച്ചയായി മാസത്തിൽ 2 ബോർഡ് മീറ്റിങ്ങുകൾ ചേരും. ഈ 3 വർഷം അദ്ദേഹം തുടർച്ചയായി അവിടെ നിൽക്കുന്ന ഘട്ടങ്ങളിൽ ഏകദേശം മാസത്തിൽ 1-2-3 യോഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിട്ടുനിന്നതല്ലാതെ ഏകദേശം ഭൂരിഭാഗം വരുന്ന ബോർഡ് യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 3 വാർഷിക യോഗങ്ങളിലും അഡ്വക്കേറ്റ് എസ് സുരേഷ് പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ബാങ്കിൻ്റെ ബൈലോ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തന്നെ ബാങ്കിൻ്റെ ഭരണസമിതി ചുമതലപ്പെടുത്തി എന്നതടക്കമുള്ള രേഖകളാണ് ഉള്ളത്. ഇതെല്ലാം പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് പച്ചക്കള്ളമായിരുന്നു ഇത് സംബന്ധിച്ച് സുരേഷ് വിശദീകരണമായി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ വെച്ചത്. പക്ഷേ അതല്ല വസ്തുത. ഈ വസ്തുത എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്ന രേഖയിൽ അദ്ദേഹം അവിടെ വായ്പ എടുത്തിട്ടുണ്ട്. ആ വായ്പയുടെ കുടിശ്ശിക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ ബാങ്കിലുണ്ടായിരുന്ന തട്ടിപ്പ്, വലിയ തരത്തിലുള്ള ക്രമക്കേടുണ്ടായി. ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യത വന്നു. അത് തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി വന്നപ്പോഴാണ് അദ്ദേഹത്തിന് സ്വന്തം ജീവൻ വെടിയേണ്ടി വന്നത്, ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. തുടർന്നാണ് ആനന്ദിൻ്റെ മരണമുണ്ടാകുന്നത്. ഇത്തരം സംഭവങ്ങളിലെല്ലാം ഇവരെ തള്ളിപ്പറയുന്ന ഒരു സമീപനമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വീകരിച്ചത്. ആനന്ദ് പാർട്ടിയുടെ പ്രവർത്തകൻ പോലുമല്ല, ആർ.എസ്.എസിൻ്റെ പ്രവർത്തകൻ പോലുമല്ല എന്ന പ്രതികരണമാണ് ആ ഘട്ടത്തിൽ സുരേഷ് നൽകിയത്. സമാനമായ ഒരു ബാങ്കിൽ, ഒരു ഇടപാടിൽ വൈസ് പ്രസിഡന്റായി താൻ പ്രവർത്തിച്ച ഒരു ബാങ്കിൽ താൻ തന്നെ വായ്പാ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് എന്ന കാര്യം മറച്ചു വെച്ചായിരുന്നു സുരേഷ് വിശദീകരണം നൽകിയിട്ടുള്ളത്. അന്ന് സുരേഷ് ഈ വാർത്ത, കൈരളി ന്യൂസ് വാർത്ത നൽകിയ ശേഷം സുരേഷിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണം പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നത് നന്നായിരിക്കും. ആര്യ.
തീർച്ചയായും നൃപ്പൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലോൺ അപേക്ഷ നൽകാതെയാണ് ഈ പണം കൈപ്പറ്റിയതെന്നാണ്. ഇത്തരത്തിൽ എസ് സുരേഷ് തനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ തട്ടിപ്പിൽ സുരേഷിന്റെ പങ്ക് എന്തെന്നുള്ളത് വ്യക്തമാണ്. കാരണം രേഖകൾ അടക്കം പുറത്തേക്ക് വരുമ്പോൾ 43 ലക്ഷം രൂപ സുരേഷ് തന്നെ ഇതിൽ തിരിച്ചടയ്ക്കാനുണ്ട്. ബാങ്ക് പ്രസിഡന്റ് ആയിരിക്കെയാണ് സുരേഷിന് ഈ തട്ടിപ്പിൽ ഇത്രയേറെ പങ്ക് വന്നത്. ഈ നേരത്തെ നൃപൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട BJP പ്രവർത്തകരുടെ ആത്മഹത്യ ഉണ്ടായി. ഇതിലെല്ലാം തന്നെ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴും എസ് സുരേഷിന്റെ പങ്ക് ഈ തട്ടിപ്പിൽ എന്താ എന്നത് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും ആര്യ, അതുതന്നെയാണ് നമ്മൾ നേരത്തെ ഇതിനെ മുഖവരയായി സൂചിപ്പിച്ച കാര്യമാണ്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോഴത്തെ BJPയുടെ ശാക്തിക ബലാബലത്തിൽ BJPയെ സംസ്ഥാനത്ത് നിയന്ത്രിക്കുന്ന നേതാവ് അഡ്വക്കേറ്റ് എസ് സുരേഷാണ്. രാജീവ് ചന്ദ്രശേഖരൻ ദൈനംദിന പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളല്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദൈനംദിനമായിപ്പെട്ട വിവാദങ്ങളിലൊക്കെ തന്നെ പ്രതികരണങ്ങളൊക്കെ നൽകുന്നത് അഡ്വക്കേറ്റ് എസ് സുരേഷാണ്. ഈ തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ആ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ബാങ്കിൽ വലിയ തരത്തിലുള്ള ബാധ്യത വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തിരുമല അനിൽ ആദ്യഘട്ടത്തിൽ സമീപിച്ചിരുന്നത് സംസ്ഥാന ലീഡർഷിപ്പിനെയായിരുന്നു. അപ്പോൾ ഈ വ്യക്തിപരമായ ബാധ്യതയാണ്. ആ ബാധ്യതകൾ BJPക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞതും അഡ്വക്കേറ്റ് എസ് സുരേഷ് ആണ് എന്ന തരത്തിലുള്ള വിവാദങ്ങൾ BJPക്കുള്ളിൽ ശക്തമായി ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷ് തന്നെ ഈ ബാധ്യതയ്ക്ക് ഉത്തരവാദിത്തം ഉണ്ട്. അത് പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ അദ്ദേഹം തന്നെ പണമെടുത്ത ശേഷം കുടിശ്ശിക തിരിച്ചടയ്ക്കാതിരുന്നിട്ടുണ്ട് എന്ന വിശദാംശങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മൾ കൈരളി ന്യൂസ് പുറത്തുവിട്ട വാർത്തയെ പൂർണ്ണമായി നിഷേധിച്ചത്. മാത്രമല്ല, അന്ന് നമ്മൾ വാർത്ത നൽകുമ്പോൾ BJPയുടെ കേരളത്തിലെ മുന്നേറ്റം തടയുന്നതിന് വേണ്ടി കൈരളി ബോധപൂർവം വാർത്ത ചെയ്യുന്നതാണ്, വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് ഉന്നയിച്ചത് എന്ന തരത്തിലെ വാദവും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ടായിരിക്കും. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നൽകിയ വിശദീകരണ കുറിപ്പ് അങ്ങനെയായിരുന്നു. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിൽ പറയുന്നത് താൻ വ്യക്തിപരമായി ഒരു തരത്തിലുള്ള വായ്പയോ ഒരു തരത്തിലുള്ള കുടിശ്ശികയോ ആ ബാങ്കിൽ വരുത്തിയിട്ടില്ല എന്നതാണ്. പക്ഷേ അത് വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് നമ്മൾ ഈ വായ്പയുടെ രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ട് നമ്മൾ ജനങ്ങളെ അറിയിക്കുന്നത്. ഒന്നുകിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷ് ഇക്കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി വായ്പ സംബന്ധിച്ച കാര്യം അദ്ദേഹം സുതാര്യമായി സമ്മതിക്കണം. ബന്ധപ്പെട്ട ഇടപാടിൽ ഈ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായി അദ്ദേഹത്തിന് ബാധ്യതയുണ്ടോ? തീർച്ചയായും നിർപ്പൻ, ഇതുമായി ബന്ധപ്പെട്ട എസ് സുരേഷ് നടത്തിയ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ആ പ്രതികരണത്തിലേക്ക് കൂടി. 2013 മുതൽ 16 വരെ ഞാൻ ഒരു സഹകരണ സംഘത്തിലെ ഒരു ബോർഡ് അംഗമായി. ഈ ഒരൊറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. 2016 ആയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു സഹകരണ സംഘത്തിൻ്റെ ബോർഡ് അംഗമായിരിക്കുന്നത് ഗുണം ചെയ്യില്ല. എന്തായാലും ഞാൻ ധരിച്ചു ഇതൊരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള എനിക്ക്, ജില്ലാ പ്രസിഡന്റാണ് ഞാൻ, എനിക്കിത് പറ്റിയതല്ല എന്ന് കരുതിയിട്ട് ഞാൻ രാജിക്കത്ത് കൊടുത്തു. കുറേ സഹകരണ സംഘങ്ങൾ പൊളിഞ്ഞു, അത് കുറേ ഇഷ്യൂസായി. അതിൻ്റെ കൂട്ടത്തിൽ ഈ സഹകരണ സംഘത്തിലും ചില മാൽ അഡ്മിനിസ്ട്രേഷനും മിസ്മാനേജ്മെൻറ്റും എന്ന നിലയിൽ എന്തോ ഫൈൻഡിങ് ഉണ്ടായി. അത് 4 കോടി രൂപയുടെ ഫൈൻഡിങ്. ഞാൻ അവിടെ ഒരു ലോൺ എടുത്തിട്ടില്ല, ഒരു ലോണിന് ശുപാർശ ചെയ്തിട്ടില്ല, ഒരു ചിട്ടിയിൽ ചേർന്നിട്ടില്ല, ഞാൻ അവിടുത്തെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഞാൻ എങ്ങനെ അതിൽ ലൈബിളാവുക? വാക്കുകളാണ് കേട്ടത്. താൻ അവിടെ നിന്ന് ഒരു ലോൺ എടുത്തിട്ടില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് തുറന്നു പറയുന്നത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ലോൺ അപേക്ഷ നൽകാതെയാണ് സുരേഷ് ഈ പണം കൈപ്പറ്റിയത്. അത്രയേറെ അഴിമതി ഇതിൽ നടത്തിയിട്ടുണ്ട്. ആര്യ, അത് മാത്രമല്ല, അദ്ദേഹം നമ്മൾ പുറത്തുവിടുന്ന 2 വായ്പകളുണ്ട്. ഒന്ന്, അദ്ദേഹം ഈ വൗച്ചർ മാത്രം എഴുതി തുക കൈപ്പറ്റിയ ഒരു രേഖ, അത് നമ്മൾ വ്യക്തമായി ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം ലോൺ അപേക്ഷ നൽകി തന്നെ പണം എടുത്തത് കൈപ്പറ്റുകയും ആ പണം ഇതുവരെ ബാധ്യത തീർക്കാതെ 2014 എടുത്ത വായ്പയാണ് ഇപ്പോൾ 2025 അപ്പോൾ 11 വർഷമായി. ആ 11 വർഷമായി ആ കുടിശ്ശിക അടക്കം അദ്ദേഹം അടച്ചു തീർക്കാൻ ആ ബാങ്കിലുണ്ട്. ബാങ്കിൽ 4.16 കോടിയുടെ ബാധ്യതയുണ്ട്. ബാങ്കിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഓഡിറ്റ് നടത്തി ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് ഈ പണം വിവിധ ഈ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അക്കമിട്ട് നിരത്തി നിരത്തിയ ഓഡിറ്റ് സർചാർജിൻ്റെ റിപ്പോർട്ട്, സഹകരണ രജിസ്ട്രാറുടെ സർചാർജിൻ്റെ റിപ്പോർട്ടാണ്, ഉത്തരവാണ്
കൈരളി ന്യൂസ് അടുത്തൊരു രേഖയായി പുറത്തുവിടുന്നത്. അതിൽ വ്യക്തമായി ഈ ബാധ്യതയെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു, ബാങ്ക് ബോർഡ് സമിതിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ബാങ്കിൻ്റെ പ്രസിഡൻറ്റ് RSSൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ളൊരു നേതാവാണ്. അത്തരത്തിൽ BJPക്ക് നേരിട്ട് ബന്ധമുള്ളൊരു ബാങ്കാണ്. ആ ബാങ്കിലെ സാമ്പത്തിക തിരിമറിയിൽ സുരേഷിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് കൈരളി ന്യൂസ് അന്ന് വാർത്തയായി പുറത്തുവിട്ടത്. പക്ഷേ ഒന്നുകിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ ബാധ്യതയല്ല എന്ന ഭാഗം കോടതിയിൽ പറഞ്ഞു എന്ന വിശദീകരണം നൽകാം. പക്ഷേ അപ്പോഴും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനുശേഷം ഇവിടെ തന്നെ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൽ വെച്ചൊരു വാർത്താ സമ്മേളനം നടത്തി. അതിനുശേഷമാണ് സുരേഷിനെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വരുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ ഇതേ ചോദ്യം കൈരളി ന്യൂസ് എന്നെ ചോദിച്ചു. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അങ്ങ് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി. ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന അദ്ദേഹത്തിൻ്റെ നടപടിയും ആ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കാതെ പോകുന്നതിൻ്റെയും ദൃശ്യങ്ങളും നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ഈ നിമിഷം പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് നന്നാകും. ആര്യ, തീർച്ചയായും എന്തായാലും ബാങ്കിൽ വായ്പാ കുടിശ്ശിക ഇല്ലെന്ന എസ് സുരേഷിന്റെ വാദം എന്തായാലും പൂർണ്ണമായും പൊളിയുകയാണ്. ഇനി ഈ രേഖകൾ സഹിതം ഈ വാർത്ത പുറത്തേക്ക് എത്തുമ്പോൾ എസ് സുരേഷ് അടക്കമുള്ള നേതൃത്വം ഇതിൽ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് നോക്കിക്കാണേണ്ടത്. തീർച്ചയായും ആര്യ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യഘട്ടത്തിൽ കൈരളി ന്യൂസ് വാർത്ത നൽകിയപ്പോൾ പ്രതികരിച്ചിരുന്നില്ല. അതിന് പകരം അദ്ദേഹം അന്നോ പിറ്റന്നോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ അദ്ദേഹം ഇങ്ങനൊരു വീഡിയോ ചെയ്തിടുകയായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഉടൻ തന്നെ കൈരളി വ്യാജ വാർത്ത ചെയ്തു, വസ്തുതാവിരുദ്ധമായ വാർത്ത ചെയ്തു എന്ന വിശദീകരണം കൊണ്ടൊരു കുറിപ്പും എഴുതി. അതിനുശേഷം ആണ് വാർത്താ സമ്മേളനം മാരാർജി ഭവനിൽ നടന്നത്, തിരുവനന്തപുരത്ത് BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൽ നടന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നമ്മൾ നൽകുകയും ചെയ്തു. അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ വന്ന ശേഷവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളിലാണ് അദ്ദേഹം വ്യക്തമായി ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്നത്. അതുകൂടി നമുക്ക് ഈ നിമിഷം പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാവുന്നതാണ്. ആര്യ.